വാട്സപ്പ് ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ വാട്സപ്പ് ഇന്ത്യ വിടും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 53 കോടിയിൽ പരം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് വാട്സപ്പ്. ബില്യൺ കണക്കിന് ഡോളർ ബിസിനസ് കിട്ടുന്ന ഇന്ത്യ വിടാൻ വാട്സപ്പ് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. 2021 IT ആക്റ്റിൽ നിഷ്കർഷിക്കുന്ന ചില നിബന്ധനകൾ പാലിക്കാൻ തങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വാട്സപ്പ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. വ്യക്തികൾ തമ്മിൽ കൈമാറുന്ന മെസ്സേജുകളും അവർ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളും പരിശോധിക്കാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന IT റൂൾ ഭേദഗതിയാണ് ഇവിടെ വില്ലനായി പ്രവർത്തിക്കുന്നത്. ദേശ സുരക്ഷയുടെ പേരിൽ ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ നടക്കുന്ന സംഭാഷണങ്ങളും മെസ്സേജുകളും സൂക്ഷിക്കുവാനും അവയിൽ പരിശോധന നടത്തുവാനും ഗവൺമെൻറ്റിനെ അനുവദിക്കണം. പ്രൈവസിയിലേക്ക് കടന്നു കയറാൻ ഗവൺമെൻറ്റിന് അനുവാദം നൽകണം എന്നതാണ് 2021 IT റൂൾ ഭേദഗതി പറയുന്നത്. വാട്സപ്പിൻ്റെ പ്രധാനപ്പെട്ട DNA എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് ടു എൻക്രിപ്ഷൻ പോളിസിയാണ്. എന്താണ് എൻക്രിപ്ഷൻ? ആ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അയക്കുന്ന ആളും റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ ആ മെസ്സേജ് വായിക്കാൻ സാധിക്കുകയുള്ളൂ, അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് എൻക്രിപ്ഷൻ. മെസ്സേജ് എന്താണെന്ന് വായിച്ചറിയുവാൻ വാട്സപ്പിന് പോലും സാധിക്കുകയില്ല. ഇതാണ് എൻക്രിപ്ഷൻ. പ്രൈവസിയുടെ അടിസ്ഥാന തത്വമാണ് ലംഘിക്കാൻ ഗവൺമെൻറ് വാട്സപ്പിനോട് ആവശ്യപ്പെടുന്നത്. അയക്കുന്ന മെസ്സേജുകളുടെയും സന്ദേശങ്ങളുടെയും പ്രൈവസിയിൽ കടന്നു കയറാൻ, ആ എൻക്രിപ്ഷൻ അവസാനിപ്പിക്കാൻ, മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ സുതാര്യമാക്കാൻ കഴിയില്ല എന്നാണ് വാട്സപ്പ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ, അവരുടെ സംഭാഷണങ്ങൾ മറ്റുള്ളവർക്ക് ട്രാപ്പ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പോളിസി ചേഞ്ച് ചെയ്യാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് കോടതിയിൽ വാട്സപ്പ് അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെ ഒരു രാജ്യത്തു നിന്നും ഇങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന കിട്ടിയിട്ടില്ല എന്നാണ് വാട്സപ്പ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. റൈറ്റ് ടു പ്രൈവസി, അതുപോലെ റൈറ്റ് ടു ഫ്രീ സ്പീച്ച്, 2 പ്രധാന ഘടകങ്ങളെ, മൗലികാവകാശങ്ങളെ, സ്വകാര്യതയുടെ പ്രൈവസിയും അതോടൊപ്പം ആശയ ആവിഷ്കാരത്തിനുള്ള, നിങ്ങളുടെ ഫ്രീ സ്പീച്ചിനുള്ള, സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന വിധത്തിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഫേക്ക് ന്യൂസുകളും ദേശീയ സുരക്ഷയും മുൻനിർത്തിയാണ് ഭേദഗതികൾ ഗവൺമെൻറ് നിർണ്ണയിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകളും ഹെയ്റ്റ് സ്പീച്ചുകളും നടത്തുന്ന ആളുകളെ പിടിച്ചു കെട്ടുവാനോ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനോ BJPക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ സാധിക്കാറില്ല. കാരണം ഫേക്ക് ന്യൂസുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തുന്നതും പ്രധാനമന്ത്രി മുതൽ താഴോട്ടുള്ള ആളുകളാണ്. പ്രതിപക്ഷ നേതാക്കളുടെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെയും മറ്റ് പല ആളുകളുടെയും ഫോൺ പോലും ട്രാപ്പ് ചെയ്യാൻ പെഗസസ് ഉപയോഗിച്ച ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി. വാട്സപ്പിലൂടെ ഇന്ത്യക്കാർ, പൗരന്മാർ നടത്തുന്ന സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും കണ്ടെത്തുക വഴി പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അവസാനിപ്പിക്കുവാനും ഏകാധിപതിയെപ്പോലെ പ്രവർത്തിക്കാനും ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. ചൈനയെപ്പോലെ, നോർത്ത് കൊറിയയെപ്പോലെ ജനങ്ങളുടെ സംഭാഷണങ്ങൾക്ക് മേൽ, അവരുടെ ആവിഷ്കാരങ്ങൾക്ക് മേൽ, അവരുടെ ചിന്തകൾക്ക് മേൽ സ്വാധീനമുണ്ടാക്കി അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് IT ഭേദഗതി നിയമത്തിലൂടെ വാട്സപ്പിനോട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഫേക്ക് ന്യൂസുകളും മിസ് ഇൻഫർമേഷനും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ നിരന്തരമായി പ്രചരിപ്പിക്കുന്നത് BJPയുടെ IT സെല്ലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുമാണ്. ഫേക്ക് ന്യൂസുകളും മിസ് ഇൻഫർമേഷനും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതും അതുവഴി രാജ്യത്തെ മിസ്ലീഡ് ചെയ്യുന്നതും പ്രധാനമന്ത്രിയും BJPയുമാണ്. തെറ്റായ വിവരങ്ങൾ കണ്ടെത്തുവാനോ ഫേക്ക് ന്യൂസുകൾ അമർച്ച ചെയ്യുവാനോ അല്ല ഇത്തരം ഭേദഗതികൾ കൊണ്ടുവരുന്നത്. മറിച്ച് ഗവൺമെൻറ്റിനെതിരെ ചിന്തിക്കുന്ന, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന മറ്റ് ജനങ്ങളുടെ, പ്രതിപക്ഷത്തിൻ്റെ
വിയോജിക്കുന്നവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ, അതോടൊപ്പം ജേർണലിസ്റ്റുകളുടെ സംഭാഷണങ്ങൾ കണ്ടെത്താൻ, സോഴ്സുകൾ അറിയാൻ, അങ്ങനെ എല്ലാവിധത്തിലും ഏകാധിപത്യ പ്രവണതകൾ സ്വകാര്യ ജീവിതത്തിലേക്കും സംഭാഷണത്തിലേക്കും വാട്സപ്പ് മെസ്സേജുകളിലേക്കും കടന്നു കയറി സമഗ്രമായ ഏകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് വാട്സപ്പിനോട് ഇത്തരമൊരു ആവശ്യം ഗവൺമെൻറ് ഉന്നയിക്കുന്നത്. വിധി പറയാൻ വേണ്ടി ഓഗസ്റ്റിലേക്ക് കേസ് നീട്ടിവെച്ചിരിക്കുകയാണ്. വാട്സപ്പ് ആപ്ലിക്കേഷൻ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സ്വകാര്യത എന്ന അവകാശം ഹനിക്കപ്പെട്ടാൽ ആ വാട്സപ്പിന് ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. മറ്റ് രാജ്യങ്ങളിലും സ്വകാര്യത ഹനിക്കുന്ന വിധത്തിൽ അതിൻ്റെ എൻക്രിപ്ഷൻ അവസാനിപ്പിക്കേണ്ടി വരും. അതോടെ സ്വകാര്യത ഇല്ലാത്ത ഒരു ആപ്പ് ഉപയോഗിക്കാൻ ജനങ്ങൾ തയ്യാറാവുകയില്ല. അതോടെ വാട്സപ്പിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു നിയമമാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമ്മർദ്ദം ചെലുത്തി ഈ നിയമം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ഉപഭോക്താക്കളെ ഉപേക്ഷിച്ചുകൊണ്ട്, റവന്യൂ ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങൾ രാജ്യം വിടേണ്ടി വരും എന്ന് വാട്സപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഷോക്കിംഗ് ഇൻഫർമേഷനാണ്, ഷോക്കിംഗ് വിവരമാണ്. വീണ്ടും വാട്സപ്പിനെ സമ്മർദ്ദത്തിലാക്കിയാൽ, ഇതേ നിബന്ധന പാലിക്കണമെന്ന് അപേക്ഷിച്ചാൽ ഒരിക്കലും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, ഇന്ത്യ വിടും എന്നാണ് വാട്സപ്പ് ഔദ്യോഗികമായി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.